ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ടോപ്പിക്ക് ലിബറലൈസ് റെമിറ്റൻസ് സ്കീം LRS. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇൻക്ലൂഡിങ് മൈനേഴ്സ് അവർക്ക് ഒരു വർഷത്തിൽ പുറത്തോട്ട് $250,000 വരെ ഫ്രീ ആയിട്ട് റെമിറ്റ് ചെയ്യാം. അതുമാത്രമല്ല, ഇപ്പോൾ അവർ ഏതെങ്കിലും പെർമിസിബിൾ ആയിട്ടുള്ള കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാമെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും പെർമിസിബിൾ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുവാണെങ്കിൽ ആ ടോട്ടൽ റെമിറ്റൻസ് $250,000 ആ ലിമിറ്റിൽ വന്നു. ഓക്കെ. അതുപോലെ തന്നെ ഈ LRS സ്കീമില്ലേ, അത് നമുക്ക് കമ്പനീസിലോ കോർപ്പറേറ്റോ പാർട്ണർഷിപ്പ് ഫേംസിലോ HUF ട്രസ്റ്റ് അവിടെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത പ്രോഹിബിറ്റഡ് ഐറ്റംസ് അണ്ടർ ദ സ്കീം. ഞാൻ പറയാൻ പോണ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സ്കീം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം. റെമിറ്റൻസ് ഓഫ് എനി പർപ്പസസ് സ്പെസിഫിക്കലി പ്രോഹിബിറ്റഡ് അണ്ടർ ഷെഡ്യൂൾ 1, എനി അതർ ഐറ്റം റെസ്ട്രിക്റ്റഡ് അണ്ടർ ഷെഡ്യൂൾ 2. നമ്മളിതൊക്കെ പഠിച്ചതാണ്. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ റെമിറ്റൻസ് ഫ്രം ഇന്ത്യ ഫോർ മാർജിൻസ് ഓർ മാർജിൻ കോൾസ് ടു ഓവർസീസ് എക്സ്ചേഞ്ചസ്. പിന്നെ റെമിറ്റൻസ് ഫോർ പർച്ചേസ് ഓഫ് FCCB ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ കമ്പനീസ് ഇൻ ദ ഓവർസീസ് സെക്കൻഡറി മാർക്കറ്റ്. റെമിറ്റൻസ് ഫോർ ട്രേഡിംഗ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് എബ്രോഡ്. ക്യാപിറ്റൽ അക്കൗണ്ട് റെമിറ്റൻസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു കൺട്രീസ് ഐഡന്റിഫൈഡ് ബൈ ദ FATF. പിന്നെ റെമിറ്റൻസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു ദോസ് ഇൻഡിവിജ്വൽസ് ഓർ എൻറ്റിറ്റീസ് ഐഡന്റിഫൈഡ് ആസ് പോസിംഗ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഓഫ് കമ്മിറ്റിംഗ് ആക്ട്സ് ഓഫ് ടെററിസം ആസ് അഡ്വൈസ് സെപ്പറേറ്റ്ലി ബൈ ദ RBI. ഓക്കെ. ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസിൽ നമുക്ക് ഈ സ്കീം യൂസ് ചെയ്യാനോ അപ്ലൈ ചെയ്യാനോ പറ്റില്ല. ഓക്കെ. ഇനി LRS സ്കീമിൽ അതിൻ്റെ കീഴിൽ വരുന്ന പെർമിസിബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൈവറ്റ് വിസിറ്റ് ടു എനി കൺട്രി, ഗിഫ്റ്റ് ഓർ ഡൊണേഷൻ ഗോയിങ് അബ്രോഡ് ഫോർ എംപ്ലോയ്മെൻറ്റ്, എമിഗ്രേഷൻ, മെയിൻ്റനൻസ് ഓഫ് ക്ലോസ് റിലേറ്റീവ്സ് എബ്രോഡ്, ട്രാവൽ ഫോർ ബിസിനസ്, പിന്നെ എക്സ്പെൻസ് ഇൻ കണക്ഷൻ വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എബ്രോഡ്, സ്റ്റഡീസ് എബ്രോഡ്, എനി അതർ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ വിച്ച് ഈസ് നോട്ട് കവേർഡ് അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്യാൻ നേരത്ത് അതിൻ്റെ ടോട്ടൽ റെമിറ്റൻസ് $250,000 കൂടാൻ പാടില്ല. ഞാൻ അടുത്തത് LRSൻ്റെ കീഴിൽ AD ബാങ്കിൻ്റെ റോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം, ഡ്യൂട്ടീസൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞത് ഇപ്പോൾ എല്ലാം റെസിഡൻഷ്യൽ പെർമിസിബിൾ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ്റെ കേസ് വരുവാണെങ്കിൽ RBIയുടെ പെർമിഷൻ ഇല്ലാതെ ഈ AD ബാങ്കിന് അതിൻ്റെ കീഴിലുള്ള റെമിറ്റൻസ് ട്രാൻസാക്ഷൻസ് ഏറ്റെടുത്ത് ചെയ്യാം. ഓക്കെ. പിന്നെ പറയണ ഈ റെമിറ്റൻസ് ട്രാൻസാക്ഷൻസിൻ്റെ ഓരോ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ അതിൻ്റെ സത്യസന്ധത ചെക്ക് ചെയ്യണം AD ബാങ്ക്. അത് എത്രമാത്രം യാഥാർത്ഥ്യമാണ് ആ ട്രാൻസാക്ഷൻസ്. പിന്നെ അത് FEMA റെഗുലേഷൻസ് പ്രകാരമാണോ അത് ചെയ്തേക്കണമെന്നും കൂടി നോക്കണം. ഓക്കെ. അതിൻ്റെ ഒരു ഡ്യൂട്ടി, ഒരു റെസ്പോൺസിബിലിറ്റി AD ബാങ്കിനുണ്ട്. അതുപോലെ തന്നെ LRSൻ്റെ കീഴിൽ ഈ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റീസും നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റീസും ഈ AD ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ. ഞാൻ അടുത്തത് കൺസോൾട്ടേഷൻ ഓഫ് റെമിറ്റൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ഫാമിലി മെമ്പേഴ്സ് അണ്ടർ LRS ഫെസിലിറ്റി നോക്കാം എന്താണെന്ന്. അതിൻ്റെ അകത്ത് പറഞ്ഞത് ഇപ്പോൾ ഒരു ഫാമിലിയാണ്. ആ ഫാമിലിൻ്റെ അകത്ത് ഫാദറുണ്ട്, മദറുണ്ട്, ചിൽഡ്രൻ ഉണ്ട്. ഇവരുടെ എല്ലാവരുടെ റെമിറ്റൻസ് കൺസോൾട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഓരോ മെമ്പേഴ്സിൻ്റെ, ഇപ്പോൾ ഫാദർ ആണെങ്കിലും മദർ ആണെങ്കിലും ചിൽഡ്രൻ ആണെങ്കിലും അവരുടെ ഓരോ റെമിറ്റൻസ് ഈ പറഞ്ഞ ലിമിറ്റിൽ താഴെയായിരിക്കണം. അതായത് $250,000 താഴെയായിരിക്കണം ഫാദറിൻ്റെ, അതുപോലെ തന്നെ മദറിൻ്റെ, അതുപോലെ തന്നെ ചിൽഡ്രൻ്റെ. എന്നാൽ മാത്രമാണ് നമുക്കത് കൺസോൾട്ടേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ ഈ പറഞ്ഞ ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആണ് ചെയ്യണമെങ്കിൽ അവിടെയാണ് നമുക്ക് ക്ലബ്ബിംഗ് പറ്റുള്ളൂ. അതേസമയം ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലബ്ബിംഗ് പറ്റില്ല. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോറിൻ ഒരു ബാങ്ക് ഉണ്ട്, ആ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ രാജ്യത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫോറിനിൽ ഏതെങ്കിലും ഫ്ലാറ്റ് നമ്മൾ മേടിക്കുന്നു. ഓക്കെ. അതൊക്കെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഈ ഫാമിലി മെമ്പേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റില്ല, ടോട്ടൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പക്ഷേ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഈ പറഞ്ഞ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവർ കോ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ കോ ഓണേഴ്സ് ആണെങ്കിൽ നമുക്ക് ക്ലബ് ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ ക്ലബ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് LRSൻ്റെ കീഴിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് റെമിറ്റ് ചെയ്യാം. പക്ഷേ ഓരോ വർഷം നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ റെമിറ്റൻസ് എമൗണ്ട് ഉണ്ടല്ലോ, അത് $250,000 ആ ലിമിറ്റിൽ ഒതുങ്ങി നിൽക്കണം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ടോട്ടൽ നോക്കിയപ്പോൾ ലിമിറ്റ് കൂടിപ്പോയി. അങ്ങനെ ലിമിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ ഈ വർഷം പിന്നെ റെമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറൊരു കേസ് ഡിസ്കസ് ചെയ്യാം.
എയും ബിയും ഇന്ത്യൻ സിറ്റിസനാണ്. ഓക്കെ, അപ്പോൾ ബിക്ക് ദുബായിലൊരു ഫോറിൻ കറൻസി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ എ ഈ ബിയുടെ ഈ ഫോറിൻ കറൻസി അക്കൗണ്ടിലോട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഡോളർ കടം കൊടുത്തു. അതായത് ഈ പറഞ്ഞ ഫോറിൻ കറൻസി അക്കൗണ്ടിലോട്ട് അത് ക്രെഡിറ്റ് ചെയ്തു. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ LRSന് കീഴിലാണെങ്കിൽ ഇതിങ്ങനെ പെർമിറ്റ് ചെയ്യില്ല. ഓക്കെ, ഇങ്ങനെ കടം കൊടുക്കാനായിട്ട് സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത കേസ് റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ബട്ട് നോട്ട് പെർമനന്റ് റെസിഡൻറ്റ് ഇന്ത്യ. അതായത് നാട്ടിലുള്ള ആൾക്കാർ പുറത്ത് പോയി പണിയെടുക്കും, എന്നിട്ട് അവർക്ക് കിട്ടുന്ന സാലറിയും മറ്റുള്ള സമ്പാദ്യങ്ങളൊക്കെ നമ്മൾ നാട്ടിലോട്ട് അയക്കും. ഓക്കെ, പക്ഷേ അവർ വേറെ ഏതെങ്കിലും രീതിയിൽ ഇൻകം അവിടെ ഉണ്ടാക്കിയിട്ട് നാട്ടിലോട്ട് അയക്കുകയാണെങ്കിൽ AD ബാങ്ക് വഴി RBIയുടെ പെർമിഷൻ കിട്ടണം. എന്നാൽ മാത്രമാണ് ആ അതർ ഇൻകം വഴി അവർ ഏൺ ചെയ്ത ഇൻകം നാട്ടിലോട്ട് അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഈ പറഞ്ഞ റെമിറ്റൻസ് LRSൻ്റെ കീഴിൽ നിരോധിച്ചേക്കുന്നതാണ്, പ്രോഹിബിറ്റഡ് ട്രാൻസാക്ഷൻസ് ആണ്. ഫസ്റ്റത്തെ FATF ആയിട്ട് സ്ഥിരീകരിച്ചേക്കണ രാജ്യങ്ങളുണ്ടാവും. അങ്ങോട്ടേക്ക് നമുക്ക് ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ റെമിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഈ ടെററിസം സ്വഭാവമുള്ള ഏതെങ്കിലും ഇൻഡിവിജ്വലോ എൻറ്റൈറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ റെമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് LRSൻ്റെ കീഴിൽ ഈ റെമിറ്റർ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാം റെസിഡൻറ്റ് റെമിറ്ററിന് AD ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ LRSൻ്റെ കീഴിൽ വരുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ഇല്ലേ, അത് AD ബാങ്ക് വഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ റെസിഡൻറ്റ് റെമിറ്റർ അല്ലേ ഫോറിനിലോട്ട് റെമിറ്റ് ചെയ്യണേക്കാളും മുമ്പ് തന്നെ മിനിമം ഒരു വർഷത്തേക്കെങ്കിലും ഈ AD ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ AD ബാങ്ക് ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. അതായത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ കുറച്ചും കൂടി കെയർഫുൾ ആവണം. ഓക്കെ, അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഫണ്ടിനെ കുറിച്ചും ഒന്ന് അന്വേഷിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഏത് ഫോറിൻ കറൻസിയിൽ വേണമെങ്കിലും നമുക്ക് റെമിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി പറയാൻ പോണ 3 ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ RBIയുടെ പെർമിഷൻ വേണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇപ്പോൾ ഫോറിൻ ഓർ ഓവർസീസ് ബ്രാഞ്ചസിൽ ഡെപ്പോസിറ്റ് കൊണ്ടുപോയിടുവാണെങ്കിൽ അവിടെ RBIയുടെ പെർമിഷൻ വേണം. സെക്കൻഡ് വൺ, ഓവർസീസ് മ്യൂച്വൽ ഫണ്ടിൽ അവർ ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യണമെങ്കിൽ RBIയുടെ പെർമിഷൻ വേണം. തേർഡ് വൺ, ഫോറിൻ ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയിൽ ഇപ്പോൾ അവർ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ RBIയുടെ പെർമിഷൻ വേണം. അടുത്ത റേറ്റിംഗ് ഓഫ് ഡെപ്സ്. LRSന് കീഴിൽ RBI ഈ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റിംഗ്സിനെ കുറിച്ച് യാതൊരു കാര്യങ്ങളോ ഗൈഡ് ലൈൻസോ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും ഇൻവെസ്റ്ററാണ് അതിൻ്റെ സകല റിസ്ക്കും ഫുൾ റെസ്പോൺസിബിലിറ്റിയും സഹിക്കേണ്ടത്. അടുത്ത റെമിറ്റൻസ് ബൈ സോൾ പ്രൊപ്പറേറ്റർ അണ്ടർ LRS. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ A എന്ന് പറഞ്ഞത് ഒരു ഇൻഡിവിജ്വലാണ്, അതുപോലെ തന്നെ ഒരു ABC ഫേമിൻ്റെ ഓണറും കൂടെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ മിസ്റ്റർ A ഇൻഡിവിജ്വൽ വൈസായിട്ട് നോക്കുമ്പോഴും ഓണർ ആയിട്ട് നോക്കുമ്പോഴും ഈ മിസ്റ്റർ Aൻ്റെ ടോട്ടൽ റെമിറ്റൻസ് USD 2,50,000 ലിമിറ്റിൽ ഉള്ളിൽ ഒതുങ്ങണം. ഓക്കെ, പിന്നെ മിസ്റ്റർ A ആസ് എൻ ഇൻഡിവിജ്വൽ ടോട്ടൽ റെമിറ്റൻസ് USD 2,50,000 വരെ റെമിറ്റ് ചെയ്തു. ഓക്കെ, ആസ് എൻ ഓണർ നോക്കുമ്പോൾ അയാൾക്ക് ഫർദറായിട്ട് റെമിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആസ് എൻ ഓണർ അയാൾ USD 2,50,000 വരെ റെമിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആസ് എൻ ഇൻഡിവിജ്വൽ അയാൾക്ക് പിന്നീട് ഫർദർ റെമിറ്റൻസ് പറ്റില്ല. ഓക്കെ, അപ്പോൾ നിയമത്തിൻ്റെ കണ്ണീക്കടെ ഇയാൾ രണ്ടാളല്ല, ഒരാൾ തന്നെയാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഈ പറഞ്ഞ ഐറ്റംസൊക്കെ നമ്മൾ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് അതൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അടുത്ത കേസ് നോക്കാം. മിസ്റ്റർ A എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ റെസിഡൻ്റാണ്. മിസ്റ്റർ S ഈ മിസ്റ്റർ Aയുടെ ഒരു ക്ലോസ് റിലേറ്റീവാണ്. ഓക്കെ, ഈ മിസ്റ്റർ X എന്ന് പറയുന്നത് NRI ആണ്, ഇന്ത്യൻ നോൺ റെസിഡൻ്റാണ്. ഓക്കെ, ഈ മിസ്റ്റർ A മിസ്റ്റർ Xന് റുപ്പി ലോൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ LRSന് കീഴിലാണെങ്കിൽ ഞാൻ പറയാൻ പോണ ഇത്രയും കണ്ടീഷൻസ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, എന്നാലാണ് ഈ റുപ്പി ലോൺ ഈ റെസിഡൻറ്റ് NRIക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവരുത്. അതുപോലെ മിനിമം മെച്യൂരിറ്റി പീരീഡ് 1 ഇയറെങ്കിലും വേണം. അതുപോലെ തന്നെ ഓരോ ഫിനാൻഷ്യൽ ഇയറിൽ
$2,50,000 ആ ലിമിറ്റിൽ ഒതുങ്ങണം ഈ ടോട്ടൽ ലോൺ എമൗണ്ട്. അതുപോലെ തന്നെ ഈ മിസ്റ്റർ എക്സ് എടുത്ത റുപ്പി ലോണില്ല, അത് ഇന്ത്യയിൽ മാത്രമായിരിക്കണം അത് യൂസ് ചെയ്യേണ്ടത്. ഫോർ പേഴ്സണൽ പർപ്പസോ ബിസിനസ് പർപ്പസിന് എന്ത് പർപ്പസ് ആയിക്കോട്ടെ, പക്ഷേ അത് ഇന്ത്യയിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതുപോലെ മിസ്റ്റർ എക്സിൻ്റെ NRO അക്കൗണ്ടിലായിരിക്കണം ഈ ലോൺ എമൗണ്ട് വന്ന് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ തന്നെയായിരിക്കണം അത് റിമിറ്റ് ചെയ്യേണ്ടത്, വേറെ ഒരു ഫോറിൻ കൺട്രീസിലോട്ട് റിമിറ്റ് ചെയ്യരുത്. പിന്നെ ഒരു സമയം കഴിയുമ്പോൾ ലോൺ എന്തായാലും റീപേ ചെയ്യണം മിസ്റ്റർ എക്സ്. അപ്പോൾ സാധാരണ നോർമൽ ബാങ്കിങ് ചാനൽസ് വഴി മിസ്റ്റർ എക്സിന് റീപേ ചെയ്യാം റുപ്പി ലോൺ. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷൻസ്. ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ LRSൻ്റെ കീഴിൽ മിസ്റ്റർ എക്ക് മിസ്റ്റർ എക്സിന് റുപ്പി ലോൺ കൊടുക്കാം. അടുത്ത കേസ്, മിസ്റ്റർ എ എന്ന് പറയുന്നത് റെസിഡൻറ്റ്, മിസ്റ്റർ വൈ എന്ന് പറയുന്നത് NRI. മിസ്റ്റർ വൈ മിസ്റ്റർ എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവാണ്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എ മിസ്റ്റർ വൈക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അത് ഇന്ത്യൻ റുപ്പീസിലാണ് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഈ മിസ്റ്റർ എ ആണ് ശ്രദ്ധിക്കേണ്ടത്. എത്ര വില മതിക്കുന്ന ഗിഫ്റ്റാണെങ്കിൽ പോലും നമ്മളൊരു ലിമിറ്റ് പറഞ്ഞില്ലേ, $2,50,000 ഓരോ ഫിനാൻഷ്യൽ ഇയറിൽ, ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങണം. ഓക്കെ,